ഞാൻ നിങ്ങളൊരു ഫോട്ടോ കാണിക്കാം. ഒന്ന് നോക്കിയേ. ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? നിങ്ങൾക്ക് തോന്നിയ അത് തന്നെയാണ് എനിക്കും തോന്നിയത്. ഇനി ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പൊ ഓക്കെ ആയോ? ആദ്യം കണ്ട ഫോട്ടോയില് ചെറിയൊരു ചരിവ് അല്ലെങ്കിൽ ഒരു കോടല് നമുക്കും തോന്നി. പക്ഷെ അതിന്റെ മറ്റേ പിക്ചറില് അതായത് അതിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് അതില് കാണിച്ചത്. അതില് ആ പ്രശ്നം നമുക്ക് തോന്നുന്നില്ല. ഇത് നമ്മളായിട്ട് തന്നെ ഇൻവേർട്ട് ചെയ്ത് കാണിച്ചേക്കുന്നതൊന്നുമല്ല. ഇത് മമ്മൂക്ക തന്നെ പോസ്റ്റ് ചെയ്തേക്കുന്ന പിക്ചേഴ്സാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം മമ്മൂക്കയെ കാണുന്നത് അദ്ദേഹത്തിന്റെ മിറർ ഇമേജ് ആയിട്ടോ റിഫ്ലക്റ്റഡ് ഇമേജ് ഒക്കെയാണ് കാണുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് റിയൽ ഇമേജസ് ആണ് കാണുന്നത്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഫോട്ടോസ് മാത്രം വെച്ചിട്ട് നമ്മുടെ സ്മൈൽ കറക്ഷന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ സ്മൈൽ കറക്ഷന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്സ് നല്ല തന്നെയാണെങ്കിലും ഇൻ റിയൽ കൺസൾട്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കൺസൾട്ടേഷൻസ് വളരെ മീനിങ് ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് മാത്രമല്ല റിയൽ ടൈമിലുള്ള കൺസൾട്ടേഷൻസും ആവശ്യമാണ്. ഈ കാണിച്ചേക്കുന്ന ഈ ഇമേജും നമ്മുടെ സ്മൈൽ കറക്ഷനുമായിട്ട് പ്രത്യേകിച്ച് ഭയങ്കരമായ ബന്ധമൊന്നുമില്ലെങ്കിലും ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്മൈൽ കറക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മിറർ ഇമേജ് പോലെ നമുക്ക് ആക്കാൻ പറ്റുമെന്നോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അത് നമ്മുടെ പെർസെപ്ഷന്റെ വ്യത്യാസമാണ്. നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളപ്പോൾ പല ആൾക്കാർക്കും വളരെ ജെന്യുവൻ ആയിട്ട് തോന്നിയ ഡൗട്ടും ചില ആൾക്കാർ എന്നോട് ഈ മിറർ ഇമേജ് പോലെ എൻ്റെ സ്മൈൽ ആക്കി തരുമെന്ന് ചോദിച്ചു വന്നതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്.